ഇന്നത്തെ വീഡിയോ നമ്മൾ 3 ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അക്കൗണ്ട്, ദാറ്റ് ഈസ് നോമിനൽ അക്കൗണ്ട്. അതിനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇമോജി ബോക്സ്, സ്മൈൽ അല്ലെങ്കിൽ ക്രൈ ബോക്സ് എന്ന് പറഞ്ഞത്. വെൽക്കം ബാക്ക് ടു ലെഡ്ജർ ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഒരു ബിസിനസ്സിന് പ്രോഫിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? സ്മൈലായിരിക്കും. ലോസ് ആണെങ്കിലോ അവിടെ നമുക്ക് വിഷമമായിരിക്കും, സാഡ് ഫേസ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്താണ് നോമിനൽ അക്കൗണ്ട്? Nominal account is an account that records expenses, losses, income and gains of a business of a particular accounting period. Nominal accountനും ഒരു golden rule ഉണ്ട്. Debit all expenses and losses, credit all income or gains. ഇതാണ് നോമിനൽ അക്കൗണ്ടിൻ്റെ ഗോൾഡൻ റൂൾ. ഫോർ എക്സാമ്പിൾ, റെൻറ്റ് പെയ്ഡ്. റെൻ്റ് എന്ന് പറയുന്ന ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? ഒരു എക്സ്പെൻസാണ്. അപ്പം നമ്മളിവിടെ എക്സ്പെൻസ് ചെയ്താൽ റെൻ്റാണ്. സോ റെൻ്റ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്. സോ ഏത് ട്രാൻസാക്ഷനും രണ്ട് സൈഡ് ഉണ്ടെന്ന് പറഞ്ഞു. സോ അതർ സൈഡ് ഏതാണ്? റെൻറ്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിന് എന്താണ് പോകുന്നത്? ക്യാഷാണ് പോകുന്നത്. സോ ക്യാഷ് അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാലറി പേ ചെയ്താലും എഫക്റ്റ് സെയിം തന്നെയാണ്. എന്താണ് പോകുന്നത്? സാലറിയാണ് പോകുന്നത്. എന്തായിട്ടാണ് പോകുന്നത്? ക്യാഷ് ആയിട്ടാണ് പോകുന്നത്. സോ സാലറി അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് ആൻഡ് ക്യാഷ് അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ്. ഇനി ഇൻകമോ ഗെയിനോ നമ്മൾ എക്സാമ്പിൾ പറയുവാണെങ്കിലും, ഒരു ബിസിനസ്സിന് കുറച്ച് കമ്മീഷൻ കിട്ടി. കമ്മീഷൻ അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ് എന്നാണ് ഗോൾഡൻ റൂൾ പറയുന്നത്. സോ കമ്മീഷൻ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഏതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും? ക്യാഷ് അക്കൗണ്ടിനെ. ബിക്കോസ് നമുക്ക് കമ്മീഷൻ എന്തായിട്ടാണ് കിട്ടിയത്? ക്യാഷ് ആയിട്ടാണ് കിട്ടിയത്. സോ ഈ ഗോൾഡൻ റൂൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 3 ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് പറഞ്ഞു. ആദ്യം നമ്മൾ ഒരു ട്രാൻസാക്ഷൻ വരുമ്പം അത് ഏത് അക്കൗണ്ടിൽ ലിസ്റ്റ് ആവുമെന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൻ്റെ ഗോൾഡൻ റൂൾ നമ്മുടെ മനസ്സിലോട്ട് വരിക. എന്നിട്ട് അത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ എല്ലാ എൻട്രീസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഏത് സൈഡാണ് ഡെബിറ്റ് വരുന്നത്, ഏത് സൈഡാണ് ക്രെഡിറ്റ് വരുന്നത്, കറക്റ്റായിട്ട് എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി, അണ്ടർസ്റ്റാൻഡിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. കൺസിഡർ ദിസ് നോമിനൽ അക്കൗണ്ട് ആസ് എ പാർക്ക്. എന്ത് പാർക്ക്? മണി പാർക്ക്. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി കാർഡുണ്ട്. ഓക്കെ, കുറച്ച് ആൾക്കാർ ഈ മണി യൂട്ടിലൈസ് ചെയ്യാൻ വരുന്നവരുണ്ട്. സോ സെക്യൂരിറ്റി കാർഡ് എന്ത് പറയും? സ്റ്റോപ്പ്, നിങ്ങളെ ഞാൻ ഡെബിറ്റ് ചെയ്യും. കാര്യം നിങ്ങൾ എൻ്റെ പൈസ ഉപയോഗിച്ച ആൾക്കാരാണ്. സോ യു ഷുഡ് ബി ഡെബിറ്റഡ്. കുറച്ച് ആൾക്കാർ പാർക്കിലോട്ട് പൈസ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. ഇമാജിൻ ദാറ്റ് ഇസ് എ മണി പാർക്ക്. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് എന്ത് പറയും? നിങ്ങൾ എനിക്ക് പൈസ ഇവിടെ കൊണ്ടുവന്ന ആൾക്കാരാണ്. സോ യു ഷുഡ് ബി ക്രെഡിറ്റഡ്. ഇത്രയേ ഉള്ളൂ. ഒരു ബിസിനസ്സിൻ്റെ പൈസ പുറത്തോട്ട് പോവുകയാണെങ്കിൽ അത് ഏത് എക്സ്പെൻസ് ആയാലും ദാറ്റ് ഷുഡ് ബി ഡെബിറ്റഡ്. ബിസിനസ്സിലോട്ട് പൈസ വരുന്ന കേസസ് ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ദ ഗോൾഡൻ റൂൾ ഓഫ് നോമിനൽ അക്കൗണ്ട്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. സോ ഇതോടുകൂടി നമ്മുടെ 3 ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് തീരുകയാണ്. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.